ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓവൻ ഇല്ലാതെ 5 മിനിറ്റിൽ ചില്ലി ചീസ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടേസ്റ്റി ചീസ് ടോസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റിനുള്ളിൽ വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്നാക്കാണ്. എസ്പെഷ്യലി സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുമ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡ് ഫ്രണ്ട്ലി സ്നാക്കാണ്. ബാച്ചിലേഴ്സിനും ട്രൈ ചെയ്ത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു ചില്ലി ചീസ് ടോസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചില്ലി ചീസ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 സ്ലൈസ് വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഓരോ ബ്രെഡ് സ്ലൈസിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ നെയ്യ് ഒരു സ്ലൈസിന് ആവശ്യമായിരിക്കും. ചില്ലി ചീസ് ടോസ്റ്റിന് വേണ്ടി ഞാൻ ഇന്ന് 2 ക്യൂബ് അമൂൽ ചീസാണ് ഉപയോഗിക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസ് വേണേലും ഉപയോഗിക്കാം. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ചില്ലി ചീസ് ടോസ്റ്റ് ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ബ്രെഡിൻ്റെ 2 സൈഡും നല്ല ടോസ്റ്റഡ് ആയിരിക്കും. അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പം നമ്മൾ ഓവൻ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു തവയുടെ മുകളിൽ വെച്ച് നമുക്ക് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ദോശ തവയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ഒരു ദോശ തവയാണ്. ചൂടായ ദോശ തവയിലേക്ക് ബ്രെഡിൻ്റെ നെയ്യ് പുരട്ടിയ വശം വേണം ആദ്യം നമ്മൾ വെച്ച് ടോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നെയ്യ് നമ്മൾ പുരട്ടി കൊടുക്കണം. അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. ഇനി ചീസ് ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ചില്ലി ചീസ് ടോസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ 2 സ്ലൈസിലും കൂടെ ഏതാണ്ട് ഒരു 3/4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് ക്യൂബിൻ്റെ 3/4 ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ചീസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ 1 നുള്ള് ഉപ്പും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 നുള്ള് ക്രഷ്ഡ് വറ്റൽ മുളക്, അതായത് റെഡ് ചില്ലി ഫ്ലേക്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇതുപോലെ തന്നെ മറ്റേ സ്ലൈസ് ബ്രെഡും ചീസും ചില്ലീസും ഗാർലിക്കും കൊണ്ട് ടോപ്പ് ചെയ്യുക. ചൂടായ ദോശ തവയിൽ 1 സ്ലൈസ് ബ്രെഡ് വെച്ച് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 1.5 മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചീസ് മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഏതാണ്ട് 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചീസ് ടോസ്റ്റ് റെഡി ആയോ എന്ന് നോക്കാം. ഇപ്പോൾ ചീസ് ഓൾമോസ്റ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടില്ല. തവയിൽ നിന്ന് ഇത് എടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഓൾറെഡി ബ്രെഡിൽ കുറച്ച് ചൂടുണ്ടല്ലോ. അപ്പോൾ ആ ബാക്കി ചൂട് കൊണ്ട് ഈ ചീസ് ഒന്നും കൂടെ മെൽറ്റ് ആയിക്കോളും. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത സ്ലൈസ് ബ്രെഡും കൂടെ ഇതുപോലെ തന്നെ തവയിൽ വെച്ച് ഒരു 1.5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നടുവേ ഒന്ന് കട്ട് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പം തന്നെ ചില്ലി ചീസ് ടോസ്റ്റ് റെഡിയായി അല്ലേ? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങളുടെ ഫോണിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ കാണാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബൈ.